അപകടകാരിയായ ഒരാളെ നമ്മൾ പിരിച്ചുവിടുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് അയാൾക്ക് കൊടുക്കരുത്. കാരണം ആ അറിയിപ്പ് വെച്ചിട്ട് അയാൾ അപകടം ഉണ്ടാക്കും. അഹമ്മദാബാദിൽ ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് എങ്ങനെ അറിയാം? ഇനി വേറൊരു കാര്യം നോക്കുക. പക്ഷേ അർത്ഥം ഇതായിരുന്നു: എയർ ഇന്ത്യയുടെ സകല വിമാനത്തിനും ഈ 19-ാം തീയതി ഞങ്ങൾ ബോംബ് വയ്ക്കും, അതുകൊണ്ട് യാത്രക്കാരും എയർ ഇന്ത്യയിൽ കയറരുത് എന്ന് പറഞ്ഞു. 19-ാം തീയതി ശാന്തമായിട്ട് കടന്നുപോയി. എയർ ഇന്ത്യയുടെ സകല ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ബട്ട് ഈ ഒരു ത്രെറ്റ് അവിടെ നിലനിൽക്കുന്നു. അവനെ VIP ആക്കിയിട്ട് അമേരിക്കൻ സർക്കാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടു നടക്കുന്നു. കാനഡയുടെയും സപ്പോർട്ട് അവനുണ്ട്, 2 സ്ഥലത്തെയും പാസ്പോർട്ട് അവനുണ്ട്. അവനെ ഇഷ്ടപ്പെടുന്ന, അവനെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാനികൾ ഭാരതത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് വാസ് എ ഡിസൈൻ ബൈ പാകിസ്ഥാൻ, എക്സിക്യൂട്ടഡ് ബൈ ഖാലിസ്ഥാൻ. നൗ നിങ്ങൾ ഒരുപാട് തിയറികൾ കേൾക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എൻ്റെ ഒരു തിയറിയും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കാര്യത്തിൽ ഘർമേ ഘുസ്കെ മാരേങ്കെ എന്ന് നമ്മൾ പറഞ്ഞതിന് ഘർമേ ഘുസ്കെ ഹം ഭി മാരേങ്കെ എന്നൊരു മറുപടി അവർ തന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാധ്യതയില്ലേ? പറ്റുമെങ്കിൽ ഈ സാധനത്തിനെ വല്ല തോട്ടിലോ കിണറ്റിലോ കൊണ്ടുവരാൻ ടൈമായിട്ടുണ്ട്. ഇതുപോലെ വന്നങ്ങ് വിറച്ച് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇന്ന് ഫ്ലൈറ്റ് ക്രാഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നു. ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സിലും അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ ഏജൻസിയും അമേരിക്കൻ ഏജൻസി അതുപോലെ ഇന്ത്യൻ ഏജൻസികളെല്ലാം ഇത് കൺഫേം ചെയ്തു. റിപ്പോർട്ട് പുറത്തു വന്നു. എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തു, നിങ്ങളെല്ലാവരും കണ്ടു. ഒരു ഫ്യൂവൽ ഇജക്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്യാൻ പൈലറ്റ് മറന്നുപോയതോ അതല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കോ എന്തോ അത് ഓൺ ചെയ്തില്ല. ഫ്യൂവല് വേണ്ട പോലെ എഞ്ചിനിലോട്ട് വന്നില്ല. 2 എഞ്ചിനും പ്രവർത്തിക്കാണ്ട് പെട്ടെന്ന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഫ്ലൈറ്റ് താഴോട്ട് ക്രാഷ് ആവുക ചെയ്തത്. ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൻ്റെ സമയം മുതൽ ഇവനെപ്പോലത്തെ കുറച്ച് വെറയൻ ടീം വന്നിരുന്നിട്ട് പാകിസ്ഥാൻ, അതല്ലെങ്കിൽ തീവ്രവാദികൾ, അതല്ലെങ്കിൽ തുർക്കി കമ്പനി, അതല്ലെങ്കിൽ ചൈനയുടെ സപ്പോർട്ടോടുകൂടി ഏതെങ്കിലും മറ്റു വല്ല ഭീകരർ, ഇനി അതൊന്നും അല്ലെങ്കിൽ ഖലിസ്ഥാൻ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഇതിനെ അട്ടിമറിക്കാൻ മാക്സിമം നോക്കി. ഈ പറഞ്ഞ ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിനെ അട്ടിമറിക്കാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് നമ്മുടെ കേരളത്തിൽ ഇരുന്ന് ചിലയ്ക്കുന്ന സംഘികളായിരുന്നു, നമ്മുടെ നാട്ടിലെ സംഘികൾക്കായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒരു അട്ടിമറിയാക്കി ഏതെങ്കിലും മറ്റു ഈ പറഞ്ഞൊരു ചില വിദ്വേഷം ഉണ്ടല്ലോ, ചില പ്രത്യേക മതത്തിനോടുള്ള വിദ്വേഷവും കാരണം അത്തരത്തിൽ ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. അതിൻ്റെ A to Z അവന്മാർ തിരിച്ചും മറച്ചും അവന്മാർ കുത്തിക്കയറ്റാൻ നോക്കി. അതിൽപ്പെട്ട കുറച്ച് തംബ്നെയിൽസ് കാണിച്ചുതരാം. അത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം ചാനലുകൾ എങ്ങനെയാണ് ഓരോ ന്യൂസിനെ വളച്ചൊടിച്ചിട്ട് ഇമ്മാതിരി പോക്രിത്തര നാട്ടിൽ പറഞ്ഞ ആൾക്കാരെ തമ്മിലടുപ്പിക്കുന്നതെന്നുള്ളത്. അതിൽ നമുക്ക് തുടക്കം മുതലൊന്ന് കാണാം. കണ്ടോ, ഇതിൻ്റെ മെയിനായിട്ടുള്ള 2 ചാനലുകളാണ്. ഒന്ന് ABC മലയാളം, ഒന്ന് അതിൻ്റെ തന്നെ മറ്റേ മച്ചാൻ ചാനലുണ്ട് വേറെ, മലയാളം മീഡിയ എന്ന് പറഞ്ഞിട്ട്. ആ 2 ചാനൽ, ഈ 2 ചാനലായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിന് അട്ടിമറിക്കാൻ നോക്കിയത്. കണ്ടോ, വിമാനം അപകടപ്പെടുത്തിയതോ ടോയ്ലറ്റിൽ സംഭവിച്ചത്, ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കുക അല്ലെ തൂറു, ഈ 2 കാര്യങ്ങളാണ് ചെയ്യാറ്. ഇനി അതല്ലാത്ത എന്തോ ടോയ്ലറ്റ് സംഭവിച്ചു എന്നുള്ളത് ഇയാൾ തന്നെ പറഞ്ഞു കേട്ടോ. അടുത്തത് വമ്പൻ ടിസ്റ്റ്, വിമാനം വീഴ്ത്തിയത്. ഓളും ഓനും കൂടാണ് വിമാനം വീഴ്ത്തിയത്. ടിസ്റ്റായിരുന്നു ഇവന്മാരുടെ കഥയിൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫുൾ ടിസ്റ്റാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കഥ പുറത്തു വന്നപ്പോൾ ഇവന്മാർ മൂഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഒന്ന്, എന്തിനെന്നെ സഹായിക്കൂ, പൈലറ്റ് 3 തവണ ATCയിൽ വിളിച്ചു പറഞ്ഞു. അത് മറ്റേ വളിയൻ, എന്താ സുനിൽ വളിയാറോ ഒരുത്തുണ്ടല്ലോ വളി, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഇതേപോലെ മറ്റേ മോഹൻദാസിനോട് പറഞ്ഞ പോലെ തന്നെ കുഴിയിലായിട്ട് കാല് വെക്കാനായി. ഏത് നേരം വേണമെങ്കിലും കണ്ടിട്ടുള്ള കുഴിയിലൊക്കെ എടുക്കേണ്ട അവസ്ഥ. ഇരുന്ന് അങ്ങ് പറഞ്ഞുകൂടാ, എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് അട്ടിമറിക്കണം. വേറൊന്ന് മസ്റ്റ് വാച്ച്, വീഴാനായി പറന്ന വിമാനം, ഗുരുതര വീഴ്ചകൾ. അവൻ്റെ വീട്ടിലെ വീഴ്ചകൾ ആരും ഇവിടെ വന്ന് കുത്തിരുന്ന് പറയരുത്. വിമാനം വീഴ്ത്തിയത് എൻ്റെ വീട്ടിലെ ഗുരുതര വീഴ്ചകൾ കൊണ്ടല്ല എന്നുള്ള സാമാന്യ ബോധമൊക്കെ ഒന്ന് മനസ്സിൽ വെക്ക്. അടുത്തത്, വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പം സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട്. ഓനാന്ന് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്വിച്ച് ഓഫ് ചെയ്തത് മിക്കവാറും ആ രക്ഷപ്പെട്ട് വന്നവനായിരിക്കും. ഓൻ സ്വിച്ച് ഓഫ് ചെയ്ത് ചാടി തന്നുണ്ട് വിമാനത്തിൽ നിന്ന്. ഇനി വേറൊരുത്തം പറഞ്ഞത്, സ്ഫോടന ശബ്ദം കേട്ടു, പിന്നാലെ വിമാനം തകർന്നു വീണു. ഇവനായിരുന്നല്ലോ അവിടെ ഇയർഫോൺ കൊണ്ട് വെച്ച് കേട്ടിരുന്നത് സ്ഫോടക ശബ്ദം. ഇതാണ് ഇങ്ങനത്തെ വാർത്തകളാണ് A to Z. വേറൊന്ന്, ദുരൂഹത തുടരുന്നു, ബ്ലാക്ക് ബോസിൽ തിരിമറി നടന്നോ? ബ്ലാക്ക് ബോസ് എന്താന്ന് പോലും കണ്ടിട്ടില്ലാത്ത വല്ല ഇന്റർനെറ്റിൽ 4 ഫോട്ടോസും വെച്ചിട്ടില്ല അങ്ങ് വാചകടിക്കുന്ന 2 ഊളകൾ പറഞ്ഞത്. അത് ഇനി ഇത് 2 ചാനലുകൾ കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും വരുന്നത്. അടുത്തത്, വിമാനം മട്ടിമറിച്ചത് ഈ രാജ്യം, മോദി ഇറങ്ങുന്നു. മോദി എന്താന്ന് നമ്മൾ പൊലി ഇറങ്ങാന്നൊക്കെ പറഞ്ഞ പോലെയാണോ? മോദി ഇറങ്ങുന്ന പിടിച്ച് കടിക്കുക മോദി. ഏത് രാജ്യമാണെന്ന് മനസ്സിലായോ? വിമാനം മട്ടിമറിച്ചത് ഈ രാജ്യം. ഇപ്പൊക്കെ 5 പൈസന്റെ വിവരം ഉണ്ടോ? വെറുതെ വന്ന് തള്ളാനായിട്ട്. വേറെ ഒന്ന്,
ബ്ലാക്ക് ബോക്സ് കിട്ടി, ചതിച്ചത് അയാൾ, ഞെട്ടി മോദി. മോദി ഇടക്കിടക്ക് ഞെട്ടാ, മോദി വല്ല സ്പീക്കർ വല്ലതാണ് അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഞെട്ടിയിരിക്കാൻ. ഇത് മോദി ഞെട്ടി 3 എണ്ണം കുത്തിരുന്ന് വള്ളി വിടുന്ന പോലെ അടിച്ചു കയറ്റി വിടുന്നതാ. അടുത്തത്, രഞ്ജിത നായർ എവിടെ? വിശ്വാസ കാലനോ? അതായത് രക്ഷപ്പെട്ട ആൾ കാലനാണോ? രഞ്ജിത എവിടെ? ഇതാണ് അടുത്ത ചോദ്യം. പിന്നത്തത്, വമ്പൻ ടിസ്റ്റ്, ഞെട്ടരുത്, അട്ടിമറി തന്നെ, മോദിൻ്റെ ഫോട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ടിസ്റ്റുകളെല്ലാം കൂടെ ഈ പറഞ്ഞ ചാനലിൽ കൊണ്ട് ടിസ്റ്റോട് ടിസ്റ്റാക്കുന്ന ടീമാവന്മാർ. പിന്നെ അടുത്ത എന്താണ്, ബ്ലാക്ക് ബോക്സിൽ നിന്ന് നിർണായക വിവരം, ഞെട്ടി മോദി. ഇപ്പം തന്നെ 3 വട്ടം 3 വീഡിയോയിൽ മോദി ഞെട്ടിട്ടോ. ഞെട്ടി മോദിക്ക് പോലും ഇപ്പോൾ ഒരു ബോധമല്ലാണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ ABC മലയാളം, മറ്റേ മലയാളം മീഡിയ 2 ചാനലാണ്. ഞെട്ടിച്ചോണ്ടേയിരിക്കുക മോദിനെ. അടുത്തത്, വിമാനം അട്ടിമറിച്ചത് തന്നെ, ഉദ്യോഗസ്ഥന് ഭീഷണി. എയർ ഇന്ത്യക്ക് പിറകിൽ അവർ, എല്ലാം ഉടൻ പുറത്ത്. ഏതാണ് ഈ കോമാളിയും തോന്നി ഇപ്പോൾ ഇളിച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ? എയർ ഇന്ത്യക്ക് പിറകിൽ ഇവർ എല്ലാം പുറത്ത്. അതിൻ്റെ ശരി, അയ്യ പുറത്ത് കാണിച്ചുകൊണ്ടപ്പോൾ നടക്കുന്നത്. എൻ്റെ കാവിക്കളാസ് അടക്കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലത്തെ വരെ പുറത്ത് കാണിച്ചിട്ട് അയ്യൊക്കെ നടക്കുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ വിമാന അപകടം കാരണം പക്ഷിയല്ല, ഇതാണ് സത്യം. ഓനായിരുന്നു മറ്റേ എഞ്ചിൻ്റെ ഉള്ളിൽ പോയില്ലേ തല വെച്ച് കൊടുത്തത് വിമാനം മറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ചാനലും ഈ ചാനലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ സംഘപരിവാണങ്ങളും, പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ചില വെറയൻ കോമാളികളും, പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് പലതരത്തിലുള്ള ചാണക ചാനലുകളിലും കുത്തിയിരുന്നിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് വിമാനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് അട്ടിമറിക്കാൻ, അവിടെ എവിടെയെങ്കിലും ഒരു മുസ്ലിം തീവ്രവാദി അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദി അല്ലെങ്കിൽ തുർക്കി തീവ്രവാദി, ഇവന്മാർ ആരെങ്കിലും പേരും കൂടെ കിട്ടി മാക്സിമം കുത്തിക്കയറ്റി നോക്കി. ഒരു നിലക്കും അങ്ങോട്ട് കയറിയില്ല. മാക്സിമം വീഡിയോ ഇട്ട് നോക്കി, എല്ലാ പരിപാടിയും ചെയ്തു നോക്കി. ഇവിടെ എവിടെയും ഈ പറഞ്ഞൊരു അട്ടിമറും ഈ പറഞ്ഞൊരു ഈ പ്രത്യേക മതവിഭാഗം വരാത്തത് കൊണ്ട് അവസാനം മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഈ റിപ്പോർട്ട് വന്നത്. വിമാനം മറഞ്ഞതിൻ്റെ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു. നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനം 33 സെക്കൻഡ് 34 സെക്കൻഡിൻ്റെ ഉള്ളിൽ മെയ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പോൺസ് വരുന്നു പൈലറ്റിൻ്റെ സൈഡിൽ നിന്ന്. വിത്തിൻ സെക്കൻഡ്സിൽ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നു. 1 മന്തായിട്ട് അതിൻ്റെ 2-3 സ്ഥലത്ത് ബ്ലാക്ക് ബോക്സുകൾ ഉണ്ടായാലും 1-2 അത് ക്രാഷ് ആയിപ്പോയൊന്നും വേണ്ട രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. പിന്നെ കോക്പിറ്റിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയത്. കിട്ടിയതിൽ നിന്ന് ഇവർ റിട്രീവ് ചെയ്ത ഡാറ്റ, അതായത് പൈലറ്റ് 2 പേര് സംസാരിക്കുന്ന അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്തതെന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ പറഞ്ഞ സ്വിച്ച്? ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിയറാണ് എന്നാണ് നമുക്കതിനെപ്പറ്റി കൂടുതൽ നമ്മൾ കേട്ട വാർത്തകളാട്ടോ അതൊക്കെ. ആ ഗിയർ ഓഫ് ചെയ്തിട്ടത്, കാരണം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ വേണ്ട പോലെ എഞ്ചിനിലോട്ട് എത്തിയില്ല. വിത്തിൻ സെക്കൻഡ് എഞ്ചിൻ ഓഫ് ആവും, ഫ്ലൈറ്റ് താഴെ വെക്കും. ഇതാണ് ഉണ്ടായത്. അപ്പം അത് ആരും ഓഫ് ചെയ്തു, ഞാനെല്ലാം തിരിച്ച് പറയുന്നുണ്ട്. ഈ 2 പോർഷൻസ് കിട്ടിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആ ഗിയർ ഓഫായിരുന്നു. അത് ഓഫായത് തന്നെയാണ് 2 എഞ്ചിനും ഒരേ സമയത്ത് തകർന്ന് വിമാനം താഴോട്ട് വീണത് എന്ന് വ്യക്തമായി. ഇവിടെ തുടക്കത്തിൽ വിറയം പറഞ്ഞ പോലെ പാകിസ്ഥാൻ എക്സിക്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഖലിസ്ഥാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതല്ലെങ്കിൽ തുർക്കി ആദ്യമേ അത് പ്ലാൻ ചെയ്തു, ഇവരെല്ലാവരും കൂടെ വിമാനം തകർത്തു എന്ന് വന്ന് കുത്തിയിരുന്ന് വിറച്ച് പറഞ്ഞ അവനൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കിണറ്റിലോ വല്ല തോട്ടിലോ കൊണ്ട് എറിയേണ്ട സമയം ഏതോ കാലം കഴിഞ്ഞു. സംഘികളെ, നിങ്ങൾ ഇവനൊക്കെ ഇങ്ങനെ പൊക്കി നടന്നോട്ടോ. ഇവനൊക്കെ പറയുന്ന തള്ളും കേട്ടിട്ട് സുനിൽ വളിയാറൊക്കെ പറഞ്ഞ വളി വിട്ട പോലെ അവനൊക്കെ സംസാരിക്കുന്ന അതും കേട്ട് അതും മണത്ത് സുഖിച്ച് അങ്ങ് ജീവിച്ചു. അതിന് പറ്റും നിങ്ങളെ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഏതായാലും സമാധാനമായില്ലല്ലോ നിങ്ങൾക്കൊക്കെ അല്ലേ? എല്ലാവർക്കും ഒരു സമാധാന സുഖമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കഷ്ടം, കുറെ ചാണകവാണങ്ങൾ.